എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന് വൈകുന്നേരം 5 മണിയോടെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെയോ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുകയും ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ടഡ് എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ഓൾറെഡി എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അതിൽ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നമ്പർ കാണാൻ പറ്റും. അതായത് ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ആണ് അതിൽ സൂചിപ്പിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് നമ്പർ 3 എന്നും അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിലുള്ളതാണെങ്കിൽ അതായത് അലോട്ട്മെൻറ്റ് നമ്പർ 1 ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് നമ്പർ 2 ആണെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് നമ്പർ 3 എന്നാണെങ്കിൽ ആ ഒരു മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലുമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു MLT കോഴ്സാണ് കിട്ടിയത്, പിന്നീട് ഈ ഒരു BSc നഴ്സിങ്ങിനാണ് ഗവൺമെൻറ് കോളേജിലാണ് 2 പ്രാവശ്യം കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്ട്രാ ഒരു 3000ഓളം രൂപ വരും. അതായത് എല്ലാവർക്കും വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വേറെ കോളേജിൽ കിട്ടി എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫീ പേയ്മെൻറ്റായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അടക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. ഒന്നാമത്തേത് ഓൺലൈൻ ഓപ്ഷനും അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനും, രണ്ടാമത്തേത് ഈ ഒരു ഫെഡറൽ ബാങ്ക് വഴി ഈ ഒരു ചലാൻ വഴി അടക്കാനുള്ള ലിങ്കുമാണ് ഉണ്ടാവുക. ആദ്യത്തെ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ID എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ വഴിയാണെങ്കിൽ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് ചലാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചലാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ ഒരു ചലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചലാനിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത് എന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ആണെങ്കിൽ ബാലൻസ് ഫീസ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആണെങ്കിൽ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് അതിൽ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ചലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചലാൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് തിരിച്ചു തരും. അത് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു, അതായത് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടി. അപ്പോൾ ആ ഒരു കോളേജ് എനിക്ക് താല്പര്യമില്ല, അതായത് ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് ഇതിൽ ഈ ഒരു കോളേജ് വേണ്ട എന്നുള്ള ഒരു ചിന്ത ഉള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യേണ്ടതില്ല എന്ന് തോന്നുകയും അതിനുശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിൽ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോളേജ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് അത് വേണോ വേണ്ടതെന്ന് ആലോചിച്ച് അതിലൊരു കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് 2 രീതിയിലാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് നൽകാറില്ല. അതായത് നൽകാറില്ല എന്നല്ല, ചില കോളേജ് നൽകാറില്ല, എന്നാൽ അധിക കോളേജും നൽകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില കോളേജ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. NOC എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ
നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ഈ ഒരു കോളേജിൽ അഡ്മിഷൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം അടച്ച ആ ഒരു ഫീസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എന്നിവ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് എതിർപ്പില്ലാ രേഖ എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു NOC സർട്ടിഫിക്കറ്റ് തരുമെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് അവിടെ പഠിക്കാം. ഇനി നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത കോളേജാണ്, അതുപോലെ ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാം. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഒരു കോഴ്സിൽ കിട്ടി, ആ ഒരു കോളേജിൽ നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടിയതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിലും NOC സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. സെൽഫ് ഫിനാൻസ് കോളേജിൽ ചില കോളേജ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അഡ്മിഷൻ ടൈമിൽ തന്നെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതില്ല. അതായത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഒരിക്കലും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് അപ്ലൈ ചെയ്ത്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓപ്ഷൻസ് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും വീണ്ടും നൽകിക്കൊണ്ടിരിക്കണം. അതാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. അതിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യാം. അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ായിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ NOC വാങ്ങിച്ചു കഴിഞ്ഞാൽ, അത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോളേജിലെ അഡ്മിഷൻ ക്യാൻസൽ ആവുമോ എന്നുള്ളത്. ഒരിക്കലും ക്യാൻസൽ ആവില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എന്ന ആ ഒരു കോളേജിൽ നഴ്സിങ്ങിനാണ് ഞാനിപ്പോൾ അഡ്മിഷൻ നേടുന്നത് എന്ന് കരുതുക. ആ ഒരു കോളേജിൽ നിന്നും ഞാൻ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് B എന്ന കോളേജിൽ നഴ്സിങ്ങിനാണ് താല്പര്യം. A എന്ന കോളേജിലെ ആ ഒരു നഴ്സിങ്ങിന് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് B എന്ന കോളേജിൽ നഴ്സിങ്ങിന് പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ പിന്നീട് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം എനിക്ക് തോന്നി എനിക്ക് B എന്ന കോളേജ് വേണ്ട, A എന്ന കോളേജ് തന്നെ മതി, അവിടെ തന്നെ നഴ്സിംഗ് പഠിച്ചാൽ മതി എന്ന് തോന്നുന്നു. അതായത് ഇവിടെ അഡ്മിഷൻ എടുത്ത ശേഷം NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു NOC സർട്ടിഫിക്കറ്റ് ജസ്റ്റ് കയ്യിൽ വയ്ക്കുക. ഓപ്ഷനൊന്നും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഓപ്ഷനൊന്നും കൊടുക്കേണ്ടതില്ല. കാരണം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ വീണ്ടും ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഞാൻ ഓപ്ഷനൊന്നും നൽകാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള സീറ്റ് പോകുന്നതല്ല. ഇനി ഒരു വിദ്യാർത്ഥി ഇപ്പോൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും പുതുതായിട്ട് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറാനായിട്ട് ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു എന്ന് കരുതുക. അപ്പോൾ NOC സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്കിപ്പോൾ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു, അതായത് A എന്ന കോളേജിൽ നിന്നും B എന്ന കോളേജിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് പല വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് ചോദിക്കുന്നതാണ്, ഈ ഒരു മുൻപ് ആ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന, അതായത് മുൻപത്തെ ആ ഒരു കോളേജിലേക്ക് തിരിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ലഭിച്ച കോളേജ് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടത്, അതായത് അത് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ കോഴ്സിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം, താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മുൻ വർഷങ്ങളിലും പല വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്ന, അതായത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോളേജിൽ തിരിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം വ്യക്തമാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ സിമെറ്റ് കോളേജിലാണ്, ആ സിമെറ്റ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നത് ഏത് സെൻറ്റേഴ്സിലാണ് എന്നുള്ള കാര്യം
കാര്യം കൃത്യമായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അതായത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിലുള്ള അസൈൻമെൻറ്റ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സിമെറ്റ് അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് വഞ്ചിയൂർ തിരുവനന്തപുരത്തുള്ള സിമെറ്റ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതായത് ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, അത് വിളിക്കേണ്ടത്, അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കോളേജിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപകരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് സിമെറ്റ് കോളേജിലെ അധ്യാപകരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമെറ്റ് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് കൊണ്ടുപോകണം, അതുപോലെ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഫീസാണ്, അതായത് എത്ര രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇത് സിമെറ്റ് കോളേജ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസാണ് ഉണ്ടാവുക. SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീസ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് അടക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.